ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്കിടെ ആചാരലംഘനം നടത്തിയ സംഭവത്തിൽ ദേവസ്വം മന്ത്രിയെ സംരക്ഷിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. മന്ത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് PS പ്രശാന്ത് പറയുന്നത്. അതേസമയം ആചാരലംഘനം നടന്നുവെന്ന് അറിയിച്ചത് ദേവസ്വം ബോർഡാണെന്ന് ക്ഷേത്രം തന്ത്രി ജനം TVയോട് പറഞ്ഞു. പ്രായശ്ചിത്ത രേഖകൾ വേണമെന്നാവശ്യപ്പെട്ടതും ദേവസ്വം ബോർഡാണെന്നും തന്ത്രി കൂട്ടിച്ചേർത്തു. 9 അവിടുത്തെ ഉപദേശക സമിതിയാണ് ഇല്ലത്ത് വരികയും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, ഒരു കത്ത് തന്നു, ആ കത്തിന് മറുപടി നൽകണം എന്ന് പറഞ്ഞു. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കസ്റ്റോഡിയനായിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ചില നിയമങ്ങളുണ്ട് എന്ന് 10-30 കൊല്ലമായിട്ട് തന്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരോട് ഇത് ആറന്മുള അസിസ്റ്റന്റ് കമ്മീഷണർ കത്ത് അയച്ചെങ്കിൽ മാത്രമേ എനിക്കിത് മറുപടി നൽകാൻ സാധ്യമാവുകയുള്ളൂ എന്ന് പറയുകയും അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. ഔദ്യോഗികമായിട്ട് തന്നെ തന്ത്രി AC കത്ത് കൊടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇമെയിലിൽ അതിന് മറുപടി എനിക്ക് തന്നു. ആ മറുപടിയിൽ ആണ് അകത്തെ പൂജകൾ 12 മണിക്ക് ശേഷം ആണ് പൂർത്തിയായതെന്നും പുറത്ത് 10:30 ശേഷം അതായത് 11-നുള്ളിൽ പുറത്ത് സദ്യ തുടങ്ങുകയും ഉണ്ടായെന്നും അകത്ത് നിന്ന് ആരും ദീപം കത്തിച്ച് കൊടുത്തിട്ടില്ല, പുറത്ത് ദീപം കത്തിച്ചത് ആരാണെന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് തന്ന AC-യുടെ മറുപടി. അതിനാണ് ഞാൻ മറുപടി കൊടുത്തത്. ആദ്യത്തെ കത്തിൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യവും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് പ്രായശ്ചിത്ത വിഷയമാണ് എന്ന് ആർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് പ്രായശ്ചിത്തം നിശ്ചയിച്ചത്. ആറന്മുളയിൽ ആചാര ലംഘനം നടന്നു എന്നുള്ള പരാതി എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഒരു കാര്യം പറയാം, പള്ളിയോട സേവാ സംഘമാണ് അവിടുത്തെ ഈ വള്ളസദ്യയുടെ ആധികാരികമായ നടത്തുന്നത്. അവർ ക്ഷണിച്ചിട്ടാണ് മന്ത്രി അവിടെ പോയത്. അവരാണ് ആനയിച്ച് മന്ത്രിയെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത്, വിളക്ക് തെളിയിക്കാൻ കൊണ്ടുപോകുന്നത്, പള്ളിയോടങ്ങൾ വരുമ്പോൾ അതിൻ്റെ തീരത്തേക്ക് കൊണ്ടുപോകുന്നത്, പള്ളിയോട സദ്യ വിളമ്പുന്നത് തന്ത്രിയാണ് വിളമ്പിക്കൊടുത്തതെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം പള്ളിയോട സേവാ സംഘത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് ഇത് നടന്നത്. ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ക്ഷേത്രത്തിലെയും ആചാരങ്ങൾ കൃത്യമായി അറിയണമെന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞതനുസരിച്ചാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് മന്ത്രിയുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷേ ആചാരപരമായ ലംഘനങ്ങൾ ഉണ്ടായി എന്ന് പള്ളിയോട സേവാ സംഘം തന്ത്രിയാണ് പറയുന്നത്. അപ്പോൾ പള്ളിയോട സേവാ സംഘം പറയുന്നു അത് എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം കൃത്യമായി കാര്യങ്ങൾ നടന്നു എന്നാണ് പള്ളിയോട സേവാ സംഘം പറയുന്നത്. തന്ത്രി പറയുന്നു ആചാര ലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട കത്ത് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ചിലപ്പം ഇന്നോ നാളെ കിട്ടുമായിരിക്കും. ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ. പ്രശാന്ത്, കൂടുതൽ നമുക്കറിയാം ന്യായീകരിക്കുകയാണ് ദേവസ്വം മന്ത്രിയെ. പക്ഷേ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാതെ വയ്യ, ഒരു മന്ത്രി ആകുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലെയും ആചാരങ്ങൾ അറിയണമെന്നില്ലല്ലോ എന്ന് പറയുമ്പോഴും അത് ദേവസ്വം മന്ത്രിയാണ്. മാത്രവുമല്ല ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യ പോലെയുള്ള വലിയ ഒരു ആചാരം അത് ലംഘിച്ചുകൊണ്ടാണിപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷേ ആ ഒരു ന്യായീകരണം മതിയായി വരുമോ ഈ ഒരു വിഷയത്തിൽ? ദേവിക, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ മന്ത്രിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ മന്ത്രി ഇതിന് ഉത്തരവാദിയല്ല എന്ന് പറയുമ്പോഴും തന്ത്രി അടക്കം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് തന്നെയാണ് ഈ ആചാരലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്ന് സമ്മതിച്ചത്. ആ കാര്യം സമ്മതിച്ചുകൊണ്ട് തനിക്ക് ദേവസ്വം ബോർഡ് തന്നെ കത്ത് നൽകി. ആദ്യം ക്ഷേത്ര ഉപദേശക സമിതി വന്ന് തൻ്റെ അടുത്ത് സൂചിപ്പിച്ചു ഇത്തരത്തിൽ ആചാരലംഘനം നടന്നിട്ടുണ്ട്, അതിന് എന്തെങ്കിലും പ്രായശ്ചിത്തം വേണം എന്നുള്ളത്. പക്ഷേ അതിൻ്റെ നിയമം അനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറാണ് തന്നെ ഇത് ബോധ്യപ്പെടുത്തേണ്ടത്. അങ്ങനെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ താൻ അതിന് മറുപടി നൽകാം എന്ന് തന്ത്രി പറഞ്ഞു. തുടർന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ രേഖാമൂലം തന്ത്രിയോട് വന്ന് പറയുകയാണ് ഇന്ന പോലെ ക്ഷേത്രത്തിൽ ആചാരലംഘനം നടന്നു. 12 മണിക്കാണ് അകത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടത്. പക്ഷേ 11:30 തന്നെ പുറത്തെ ഉള്ള ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ച് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സദ്യയുണ്ടു, അവിടെ ആചാരലംഘനം നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തനിക്ക് കത്ത് നൽകിയെന്ന് പറയുകയാണ്. ആ കത്തിന് മറുപടിയായിട്ട് താൻ പ്രായശ്ചിത്തം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് നൽകുകയായിരുന്നു എന്നാണ് തന്ത്രി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ സംഭവം തന്ത്രി ഇന്നലെ വെളിപ്പെടുത്തിയതിന് ശേഷം തന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ദേവസ്വം മന്ത്രിയായാലും CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആയാലും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തന്ത്രി കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുകയാണ് എന്ന തരത്തിൽ തന്ത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ
ഇതും തന്ത്രിയുടെ മേൽ വെച്ചുകൊണ്ടുള്ള ചില പ്രതികരണങ്ങളൊക്കെ നടത്തുകയുണ്ടായിട്ടുണ്ട്. എന്തായാലും അതിന് മറുപടിയാണ് തന്ത്രി പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം ബോർഡ് തന്നെയാണ് ഈ ആചാരലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുന്നത് എന്ന് തന്ത്രി തന്നെ പറയുമ്പോൾ, അല്ലെങ്കിൽ ആ അസിസ്റ്റന്റ് കമ്മീഷണറുടെ കത്ത് തന്നെ വരുമ്പോൾ തന്നെ അത് ഈ പറഞ്ഞ പോലെ PS പ്രശാന്തിൻ്റെയും അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രിയുടെയും ഒക്കെ വാക്കുകൾ പൊള്ളയാണ് എന്ന് മനസ്സിലാക്കി തരുന്നത് തന്നെയാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ വീഴ്ച ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ആ കാര്യം ദേവസ്വം ബോർഡ് തന്നെ തന്ത്രിയെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് 12 മണിക്കാണ് ക്ഷേത്രത്തിനുള്ളിൽ ഉച്ചപൂജ നടക്കേണ്ടത്. ഉച്ചപൂജയ്ക്ക് ഭഗവാന് നേദ്യം നേദിച്ചതിന് ശേഷം അവിടെ നിന്നും ദീപം തെളിയിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവന്ന് ആ കൊടിമര ചുവട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ദീപം തെളിയിക്കുകയും അവിടെ സദ്യ വിളമ്പിയതിന് ശേഷം ആണ് കരക്കാർക്കടക്കം മന്ത്രി ഉൾപ്പെടെയുള്ള കരക്കാർക്കുൾപ്പെടെ വെള്ളസദ്യ വിളമ്പേണ്ട ഒരു ആചാരം, അങ്ങനെ ഒരു ചടങ്ങ് പ്രകാരം, ആ ഒരു ക്രമപ്രകാരമാണ് ആ ചടങ്ങുകളൊക്കെ നടക്കേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതിൽ നിന്നും പൂർണ്ണമായിട്ടും വ്യതിചലിക്കുന്ന രീതിയിലാണ്. മന്ത്രിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് 10:30 മണിയോടുകൂടി മന്ത്രി അവിടെ എത്തുകയും തുടർന്ന് പെട്ടെന്ന് തന്നെ ഈ ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് ദീപം തെളിയിച്ച് അവിടെ സദ്യ വിളമ്പുകയും ഒക്കെ തന്നെ ചെയ്തു. 11 മണിയോടുകൂടി ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തുള്ള ഊട്ടുപുരയിൽ പോയി ദേവസ്വം മന്ത്രി അതോടൊപ്പം തന്നെ കൃഷിമന്ത്രി അടക്കമുള്ള ആളുകൾ വള്ളസദ്യ വിളമ്പി കഴിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നു. അതായത് ഭഗവാന് നേദിക്ക് മുമ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ അവിടെ കഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം. അത് ഗുരുതരമായിട്ടുള്ള ആചാര ലംഘനം തന്നെയാണ് എന്നാണ് ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവ ഭട്ടതിരിപ്പാട് ഇന്നലെ ദേവസ്വം ബോർഡിന് നൽകിയിട്ടുള്ള കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രായശ്ചിത്തമായിട്ട് പല കാര്യങ്ങളും പരസ്യമായി തന്നെ, അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള പ്രായശ്ചിത്തമല്ല, പരസ്യമായി തന്നെ ഈ ഭംഗം വരുത്തിയിട്ടുള്ള മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന് എണ്ണാപ്പണം സമർപ്പിക്കണം, അതോടൊപ്പം തന്നെ 11 പറയുടെ സദ്യ, വള്ളസദ്യ അവിടെ പുനരാവിഷ്കരിക്കണം എന്നടക്കമുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. ദേവിക. ശരി ഗോകുൽ.